കയറുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിപട്ടികയിൽ എ പത്മകുമാർ പ്രസിഡന്റും ശങ്കർദാസ് അംഗങ്ങളുമായിരുന്ന ഭരണസമിതിയെയാണ് പ്രതി ചേർത്തത്. സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ന്യൂസ് 18 ലഭിച്ചു. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായെന്ന സംശയം തന്നെയാണ് വിജിലൻസ് റിപ്പോർട്ടിലെയും ഉള്ളടക്കം. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ലെന്നും ബോർഡിനെതിരെ തുടർ നടപടി വേണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ AKG സെന്ററിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സുപ്രധാനമായ ദിവസമാണ് ഇന്ന്. ശബരിമലയെ സംബന്ധിച്ച് നിയമ നടപടികളിലേക്ക് കടക്കുന്നു. SITയുടെ എഫ്ഐആർ, പിന്നാലെ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തു വരുന്നു. എങ്ങനെയാണ് CPM ഈ വിഷയങ്ങളെ നേരിടുക? ഭരണസമിതി പ്രതിപട്ടികയിലാണ്. പ്രാഥമികമായി അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, 2019 നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിനു വേണ്ടി ശബരിമലയിൽ നിന്ന്, അതായത് അവിടുത്തെ പ്രിമൈസസിൽ നിന്ന് ഇത് ഈ പുറത്തേക്ക് കൊണ്ടുപോയത് അത് കൃത്യമായി നിയമവിരുദ്ധമാണ്. അത് ബോർഡ് അറിയാതെ അങ്ങനെ സ്വർണം പൂശുന്നതിനായി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ബോർഡിന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് അവിടെ എടുത്തു പറയുന്ന കാര്യം. അന്ന് ഭരണസമിതിയുടെ അനുമതിയോ അല്ലെങ്കിൽ അവരുടെ പ്രേരണയോ ഒന്നും ഇല്ലാതെ അവിടെ നിന്ന് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പം പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം കൂടി ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലാണ്, സംശയം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിന് പിന്നാലെയാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയും ദേവസ്വം ബോർഡിലെ ഭാരവാഹികളായിരുന്ന 10 പേർ, ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്ന 10 പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെ രണ്ടാമത് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതിലാണ്, FIR-ലാണ് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയിരുന്ന എ പത്മകുമാർ, രാഘവൻ, അതോടൊപ്പം ശങ്കർദാസ് എന്നിവരെ കൂടി, ആ ഭരണസമിതിയെ കൂടി പ്രതി ചേർക്കുന്ന രണ്ടാമത്തെ FIR-ഉം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 FIR-ലും പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സമഗ്രമായ അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളും അതോടൊപ്പം ഇതിനോടകം ലഭിച്ചിരിക്കുന്ന തെളിവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിരിക്കുന്ന മൊഴിയും ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമോ അതോ അതിനപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തതിന് സമാനമായ തരത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ? ഇതിൽ ഏത് തരത്തിലുള്ള ഒരു ശൈലിയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുക എന്നതൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ആരോപണം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമാനം കൈവരുന്ന തരത്തിൽ 2019 ദേവസ്വം ഭാരവാഹികളിലേക്ക് കൂടി, ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ആവർത്തിച്ച പ്രതികരണം നടത്തിയിരുന്ന നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എടുത്തു പറഞ്ഞിരുന്ന കാര്യം, നിലവിലെ ബോർഡിന് ഇത്തരത്തിൽ സുതാര്യത ഇല്ലാത്ത ഒരു നടപടികളിലും പങ്കില്ല, അത്തരത്തിൽ ഒരു ഇടപാടുകളും നടത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോഴും മുൻ ഭരണസമിതി ചെയ്ത തെറ്റിന്, അവർക്ക് സംഭവിച്ച വീഴ്ചയ്ക്ക് ഈ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ ഒരു തരത്തിലും പങ്കില്ല, അത് തങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വരികൾക്കിടയിൽ വായിച്ചാൽ 2019 ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കടകംപള്ളി സുരേന്ദ്രൻ, 2019 ദേവസ്വം വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ മാത്രമേ അറിയൂ, വിജിലൻസ് റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമ വാർത്തകൾ മാത്രമേ അറിയൂ, അതിനപ്പുറത്തേക്ക് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, ക്ഷമയോടെ കാത്തിരിക്കൂ, 6 ആഴ്ചത്തേക്ക്, അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്നായിരുന്നു. അതാണ് സാഹചര്യം. എന്തായാലും രാഷ്ട്രീയ തലത്തിലും ഏറെ ഗൗരവമായ ചർച്ചകൾക്കും തുടർ ആലോചനകൾക്കുമാണ് ഇടവച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി ആര്?
എ പത്മകുമാറിന്റെ കൂടി പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. നിയമവിരുദ്ധമോ ആചാരവിരുദ്ധമോ ആയ ഒന്നും താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ ഉണ്ടായിട്ടില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണം. കേസിൽ അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടും. തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. താഴികക്കുടം കൊണ്ടുപോയ കാലത്ത് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും തന്റെ പേര് വലിച്ചിഴയ്ക്കുകയാണെന്നും പത്മകുമാർ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിന്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണമോഷണത്തിന് പിന്നിൽ ആരായാലും നടപടിയെടുക്കുമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവന്റെ പ്രതികരണം. 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ഇല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെ, അന്വേഷണം നടക്കുകയല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ആ FIRൽ ആരൊക്കെ വരുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു അന്വേഷണം നടക്കട്ടെ. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി 6 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളി വരും. അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അതെല്ലാം വെളിയിൽ വരണമെന്നാണ് ഗവൺമെന്റ് നിലപാട്. നേരത്തെ ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. ആരായാലും ശിക്ഷ ഉണ്ടാവും പിന്നെ നിശ്ചയമായി അതല്ലേ SIT അന്വേഷിച്ച് പ്രതികളായി കൊണ്ടുവരുന്ന കൃത്യമായി ആരായിരുന്നാലും X or Y എന്നാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഗവൺമെന്റ് നിലപാടും കോടതിയുടെ നിലപാടും ഒന്ന് തന്നെയാണ്. രണ്ടും സുതാര്യമായ ഒരു അന്വേഷണം നടത്തി എന്താണോ നടന്നിട്ടുള്ളത് കൃത്യമായി വെളിയിൽ വരണം. സ്വർണ്ണപ്പാളി മോഷണത്തിൽ തെറ്റു ചെയ്തവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. ആരായിരുന്നാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. പാർട്ടിക്കാരനാണെന്നോ അല്ലെന്നോ ഉള്ളത് വിഷയമല്ലെന്നും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും V ശിവൻകുട്ടി പറയുന്നു. ഇക്കാര്യത്തിൽ നമ്മൾക്ക് ഇക്കാര്യത്തിൽ പാർട്ടിക്കാരനാണെന്നോ പാർട്ടിക്കാരനല്ലെന്നോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അന്വേഷണം വരട്ടെ. അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെടുന്നത് അവസാനം കോടതിയാണല്ലോ. ഇപ്പോൾ അന്വേഷണത്തിൽ സംശയം തോന്നി കേസിൽ പ്രതിയാക്കിയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ആരായിരുന്നാലും എത്ര സ്വാധീനമുള്ളവരായിരുന്നാലും ഏത് പാർട്ടി നേതാവായിരുന്നാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അതിനായിരിക്കും ഇതിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെറ്റുകാരായവരെ പുറത്തു കൊണ്ടുവരണമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു. വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘം 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും ക്ഷമ വേണമെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് 2 മുൻ പ്രസിഡന്റുമാർ 2 പേര് FIRൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നുള്ളൂ. ഞാനാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കില്ല. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാനൊരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക.